പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ ഇന്ത്യൻ സ്കൂൾ വാർഷിക കൾച്ചറൽ ഫെയറിന്റെ 2 ദിവസത്തെ വാർഷിക സാംസ്കാരിക മേള വൻ ജനാവലി കൊണ്ടും കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. ബഹ്റിൻ സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സലേഹ് അൽ അലവി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശോഭനമായ ഭാവി രൂപപ്പെടുത്തുന്നതിനോടൊപ്പം സമ്പന്നമായ വിദ്യാഭ്യാസ സാംസ്കാരിക അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലും ഇന്ത്യൻ സ്കൂൾ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് അടയാളപ്പെടുത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സമർപ്പണത്തിലൂടെയും സമൂഹത്തിനായുള്ള അർത്ഥവത്തായ സംഭാവനകളിലൂടെയും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനമായി ഇന്ത്യൻ സ്കൂൾ നിലകൊള്ളുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹിക വികസന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സയാദ് ആദിൽ ദർവിഷ്, അഹമ്മദ് അൽ ഹൈക്കി, മിഷേൽ ഖാലിദ് അഹമ്മദ്, മേജർ ഖുലൂദ് യഹ്യ ഇബ്രാഹിം, ഷെയ്ഖ അഹൂദ് അബ്ദുള്ള അഹമ്മദ് അൽ ഖലീഫ, സാറ മുഹമ്മദ് അൽ ഷെയ്ഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനം സ്റ്റീവൻ ദേവസ്യം സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടിയും വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി. മാനുഷിക സംഭാവനകൾക്കുള്ള അംഗീകാരമായി ഡോക്ടർ മംഗളം സ്വാമിനാഥൻ നാഷണൽ എക്സലൻസ് അവാർഡ് നേടിയ ബഹ്റിനിലെ പ്രമുഖ വ്യവസായി പമ്പാവാസൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമിക മികവ്, സാംസ്കാരിക ഐക്യം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവയോടുള്ള സ്കൂളിന്റെ ഉറച്ച പ്രതിബദ്ധതയുടെ ആഘോഷമാണ് പ്ലാറ്റിനം ജൂബിലി എന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു. മേളയുടെ 2ാം ദിനം ബോളിവുഡ് ഗായിക രൂപാലി ജഗ് നയിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. തുടർന്ന് സുവനീർ പ്രകാശനം നടന്നു. വിജയകരമായി മേള സംഘടിപ്പിച്ച സ്റ്റാർ വിഷൻ ചെയർമാൻ സേതുരാജ് കടക്കലിനെ മൊമന്റോ നൽകി ആദരിച്ചു. ഈ മേളയിൽ നിന്നും ലഭിക്കുന്ന തുക വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്റ്റാഫുകളുടെയും ക്ഷേമത്തിനായി വിനിയോഗിക്കും. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.